ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. യുവാറിയാമലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞാൻ 2-3 ദിവസമായി 2 ഇളന്നി ഇവിടെ ഇങ്ങനെ എടുത്തു വെച്ചിട്ട്. അത് ഞാൻ ആർക്കും കൊടുക്കുന്നുമില്ല, ഞാൻ അങ്ങ് എടുക്കുന്നുമില്ല എന്ന് പറഞ്ഞോണം അത് അവിടെ കിടന്നുകൊണ്ടിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഞാനൊരു പുഡിങ് ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിരുന്നു. അങ്ങനെ എടുത്തു വെച്ചതാണ്. അതുകൊണ്ട് ആരും എടുക്കാനും വന്നില്ല അത്. അങ്ങനെ ഞാനിതാ ഇറങ്ങി പുറപ്പെട്ടു അതിന്. അപ്പം പറയുന്നു അതിന് വെള്ളം മാത്രമേ ഉള്ളൂ, ഉള്ളിൽ അതിൻ്റെ കാമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വിചാരിച്ച പുഡിങ് ഉണ്ടാക്കാൻ എനിക്ക് പറ്റൂല എന്ന് തോന്നി. അങ്ങനെ എന്തായാലും വേണ്ടിയില്ല, ഞാൻ നോർമൽ ഒരു പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിറങ്ങി. ഇളന്നി പൊളിക്കാൻ അറിയുന്ന ആളാണെന്ന് അതിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, വെള്ളമൊക്കെ പുറത്ത് ചാടിയതുണ്ടോ. അങ്ങനെ ഞാനിതാ ഉണ്ടാക്കാനുള്ള സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇളന്നീൻ്റെ വെള്ളം അത്രയൊക്കെ കിട്ടിയുള്ളൂ കേട്ടോ, ബാക്കി ചാടിപ്പോയത് കണ്ടോ. അങ്ങനെ ഇതാ ചൈന ഗ്രാസ്, പഞ്ചസാര എത്ര അളവിലൊക്കെയാണ് എടുത്തത്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ചൈന ഗ്ലാസ് ചൂടാക്കിയെടുക്കണം, ഉരുക്കിയെടുക്കണം, വെള്ളം ചൂടാക്കിയെടുക്കണം. അങ്ങനെ വെള്ളമൊക്കെ പഞ്ചസാര ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട്. അതിനി ഒന്ന് നേരെ ചൂടായാൽ മതി, ഒന്ന് ഓവർ തിളയ്ക്കൊന്നും വേണ്ട, അങ്ങനത്തെ ഇതൊന്നും വേണ്ട. അങ്ങനെ അത് ചൂടാക്കാൻ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചൈന ഗ്ലാസ് ചൂടാക്കാനുള്ള വെള്ളം ഞാൻ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി തള വരണമെന്നൊന്നുമില്ല, വന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ അത് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ വിചാരിക്കുന്നത് എന്തേപോലെ സിമ്പിൾ ചെയ്യുന്നതെന്ന്. കാരണം വെച്ചാൽ എൻ്റെ അടുത്തുള്ളതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. പിന്നെ 2 ദിവസമായി മക്കളെ വീഡിയോസൊക്കെ ഇട്ടിട്ട് എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ബിസിയാണ്. 2 ആൾക്കാരുള്ളതും കൊണ്ട് അങ്ങനെ അങ്ങോട്ട് എടുക്കാൻ പറ്റൂല. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് എല്ലാവരോടും. അങ്ങനെ ഞാനിതാ ഇത് ചൈന ഗ്ലാസ് ഉരുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ബൗൾ വെള്ളമാട്ടോ വെച്ചത്. അതിലേക്ക് ഞാൻ ചൈന ഗ്ലാസിൻ്റെ ആ ബൗളിൽ തന്നെയാണ് ചൈന ഗ്ലാസ് ഉരുക്കാൻ ഇടുന്നത്, അത്ര തന്നെ. അങ്ങനെ അത് ഞുരുക്കി വരട്ടെ. അപ്പോഴേക്കും അപ്പുറത്ത് ആ സിമ്മിൽ ആ വെള്ളം കുറച്ച് അടുപ്പത്ത് വെച്ചാൽ മതി കേട്ടോ. ആ ഇളനീ വെള്ളം ഇറക്കി വെക്കണമെന്നില്ല, സിമ്മിൽ തന്നെ അവിടെ വെച്ചാൽ മതി, അപ്പുറത്തെ ഗ്യാസുമ്മ തന്നെ. കാരണം ഇത് ചൂടോടുകൂടി ഒഴിക്കണം, അല്ലെങ്കിൽ അത് കട്ട കെട്ടിപ്പോവും. ഇളനീ വെള്ളത്തിനും ചൂട് വേണം, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ സിമ്മിൽ അവിടെ വെച്ചാൽ മതി. അങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നന്നായിട്ട് അരിച്ചൊഴിക്കണം കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പാടകളൊക്കെ അതിൽ ഇളനീ പുഡിങ്ങിൽ ഇങ്ങനെ കടിക്കും. അതുകൊണ്ട് അത് അരിക്കുന്ന ഭാഗം എന്നോട് വിട്ടുപോയിട്ടോ ഗൈസ്, സോറി. അങ്ങനെ ഞാനിതാ രണ്ടും കൂടി മിക്സാക്കി നല്ലോണം തിളപ്പിച്ചെടുത്ത് ഇനി നമ്മൾ സെർവ് ചെയ്യാണ്. സെർവ് ചെയ്യല്ല, ഇതെന്താണെന്ന് വെച്ചാൽ പാത്രത്തിൽ ഒന്ന് റെഡിയാക്കി എടുത്തേക്കുക. ഇതെൻ്റെ ഈ കലാവാസന കണ്ടോ, ഞാനിങ്ങനെയൊക്കെയാണ്. ചിലർ നല്ല ഡിസൈനൊക്കെ ആക്കി ഇളനീ മുറുക്കിട്ടോ. ഇതിന് കാമ്പ് കുറവാന്ന് പറഞ്ഞില്ലേ, ചെറിയ ചെറിയ പാളി പോലത്തെ കാമ്പേ കിട്ടിയുള്ളൂ. അങ്ങനെ ഞാൻ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞോണം ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാ കണ്ടോ, അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ, ഫ്രീസറിലല്ല. അങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന് എത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവും നിങ്ങൾക്കറിയാം, നിങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവും എനിക്കറിയാം. എന്നാലും കുഴപ്പമില്ലാത്ത ടേസ്റ്റായിരുന്നു, അടിപൊളിയായിരുന്നു. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.